നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം CPIM-ൽ കൂലങ്കുഷമായ ചർച്ചകൾ നടക്കുകയാണ്. എന്തിനാണ് ചർച്ച എന്ന് ചോദിച്ചാൽ ക്യാപ്സ്യൂളുകൾ ഇറക്കുവാൻ വേണ്ടി മാത്രമല്ല. കാരണം ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്തത് എന്ന് തന്നെ പറയാം. ഇന്നോളം ഉണ്ടായിട്ടില്ലാത്തത്ര ഒരു കനത്ത പരാജയമാണ് CPIM-ന് നേരിടേണ്ടി വന്നത്. ഒപ്പം തന്നെ അവരുടെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്ന അങ്ങനെ തന്നെയായിരുന്നു. കാരണം പയ്യന്നൂർ പോലുള്ള മണ്ഡലങ്ങളിൽ പയ്യന്നൂരായതിനു ശേഷം ഇന്നോളം CPIM തോറ്റിട്ടില്ലായിരുന്നു 2026 വരെ. അവിടെ വിമതനായി കുഞ്ഞികൃഷ്ണൻ സഖാവ്, അവർ ഇന്നലെ വരെ കുഞ്ഞികൃഷ്ണൻ സഖാവെന്ന് വിളിച്ചിരുന്ന ശ്രീ കുഞ്ഞികൃഷ്ണൻ സാധാ കുഞ്ഞികൃഷ്ണനായി മത്സരിച്ച് അവരെ തോൽപ്പിച്ചു. PK ശ്യാമള, MV ഗോവിന്ദൻ്റെ പത്നി, ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ മുൻ ചെയർപേഴ്സൺ, അവരെ TK ഗോവിന്ദൻ വീണ്ടും പഴയ സഖാവായിരുന്നു, വിമതനായി നിന്ന് തോൽപ്പിച്ചു. അത്തരത്തിലുള്ള പാർട്ടിയുടെ, അതും തളിപ്പറമ്പിൽ, പയ്യന്നൂർ പോലെ തന്നെ പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് എന്നവർ ധരിച്ചു വെച്ചിരുന്ന തളിപ്പറമ്പിൽ, അതിലൊക്കെ വലിയ തിരിച്ചടി അവർക്കുണ്ടായത് ധർമ്മടത്ത് പിണറായി വിജയൻ വോട്ടെണ്ണലിൻ്റെ ആദ്യത്തെ 6 റൗണ്ടുകളിൽ ഏതാണ്ട് 3-4 മണിക്കൂറോളം, 3-3.5 മണിക്കൂർ എന്ന് പറയാം, വേണമെങ്കിൽ 4 കൂട്ടിക്കുള്ളൂ, 4 മണിക്കൂറോളം പുതുമുഖമായ, താരതമ്യേന പുതുമുഖമായ ധർമ്മടത്ത്, അദ്ദേഹത്തെ ആളുകൾക്ക് പലർക്കും പരിചയമുണ്ടെങ്കിൽ പോലും ധർമ്മടത്തിന് പുറത്ത് ഒരാൾ പോലും ഇന്നോളം കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത അബ്ദുൾ റഷീദ് എന്നൊരു പുതുമുഖത്തോട് പിന്നിൽ പോയി. 6 റൗണ്ടുകൾ പിണറായി വിജയൻ പിന്നിലായിരുന്നു. വിറച്ച്, മുട്ടുവിറച്ച്, വിയർത്ത് കുഴഞ്ഞ് ആശങ്കപ്പെട്ടാണ് ഒടുവിൽ അദ്ദേഹം ജയിച്ചു കയറിയത്. അത് പരാജയത്തിനൊത്ത ജയം ആണ് എന്ന് മാത്രമേ പാർട്ടി കണക്കാക്കിയിട്ടുള്ളൂ. കാരണം ധർമ്മടത്ത് ഒരു ഘട്ടത്തിൽ പോലും പിണറായി വിജയനെ പോലുള്ളൊരു നേതാവ്, ഇപ്പോൾ പിണറായി വിജയൻ എന്നല്ല, പാർട്ടി ആരെക്കൊണ്ട് അവിടെ നിർത്തിയാലും, ഈ ഗ്രാമ്യ ഭാഷയിൽ കാവ്യാത്മകമായി പറയുമല്ലോ, പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും നിസ്സാരമായി ജയിക്കുമെന്ന് പറയുമല്ലോ, അത്തരത്തിലുള്ളൊരു മണ്ഡലമാണ് ധർമ്മടം. അത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ പോലും ശക്തമായ ചലനങ്ങൾ ഈ തരംഗത്തിൽ, അല്ലെങ്കിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വിരുദ്ധമായി ഉണ്ടായി എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ ഒരു പുനർചിന്തനത്തിനും പാർട്ടിയുടെ ഉൾക്രമീകരണം ഒന്ന് പുനർസംഘടിപ്പിക്കുവാനും ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തീരുമാനമായി എന്നല്ല പറയുന്നത്, അത് സംബന്ധിച്ച് ചർച്ചകളാണ് നടന്നു വരുന്നത്. പക്ഷേ ആ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ പാർട്ടിയുടെ ആന്തരിക വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഒട്ടും സുഖകരമല്ല, ഒട്ടും ആശാസ്യമല്ല. കാരണം ഇപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ഒരു വാദം ഉയർന്നു വന്നിട്ടുണ്ട്. ജയരാജനെ, കണ്ണൂരിലെ ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കി തിരികെ കൊണ്ടുവരിക, പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി MV ഗോവിന്ദനെ നീക്കി സുരാജിനെ കൊണ്ടുവരിക. ഇവർ രണ്ടുപേരെയും നമുക്ക് പ്രത്യേകം വിശകലനം ചെയ്യാം. ഈ ഒരു ആവശ്യം പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അയ്യങ്കോൽ പോലുള്ള പ്രദേശങ്ങളിലും കണ്ണൂർ ഒട്ടാകെയും പലയിടങ്ങളിലും ജയരാജന് വേണ്ടി ആദ്യം, പിന്നെ ഇവരെ രണ്ടുപേരെയും ഇനി ഇവർ നയിക്കട്ടെ തുടങ്ങിയ ഫ്ലെക്സുകൾ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഈ ഫ്ലെക്സുകളെല്ലാം പ്രത്യക്ഷപ്പെടേണ്ടടുത്ത് പ്രത്യക്ഷപ്പെട്ട് കൃത്യമായി അത് മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിയുകയും ചെയ്തതിന് ശേഷം ജയരാജൻ പരസ്യ ഒരു പ്രസ്താവന നടത്തി, ഇത്തരത്തിലൊന്നും ചെയ്യരുത്, ഞാനൊരു വ്യക്തി മാത്രമാണ്, എനിക്കും മേലെയാണ് പാർട്ടി, ഇത്തരത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അങ്ങനെയൊന്നും ചെയ്യരുത് സഖാക്കളെ, ചെയ്യരുത് കേട്ടോ, ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നുള്ളൊരു ഒഴുക്കൻ പ്രസ്താവനയുമായി ജയരാജൻ രംഗത്തെത്തി. സ്വരാജ് ഇതുവരെ അതിനെതിരെ പ്രതികരിച്ചതായി ഞാൻ കണ്ടില്ല. പ്രതികരിച്ച് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റുകൾ പറയുക അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത്. ഇതുവരെ ഞാൻ സ്വരാജിൻ്റെ ഇതിനെതിരെയുള്ള, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ പ്രതികരണമോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാദവും അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ അണികൾ ഉയർത്തുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചാരണവും ശക്തമായി നടക്കുന്നുണ്ട്. നമുക്കറിയുവാൻ കഴിയുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ, പാർട്ടിയുടെ നേതൃഘടകത്തിൽ ഒരു നല്ലൊരു വിഭാഗത്തിന് ഇതിനോടൊരു താല്പര്യമുണ്ട്. അതിൻ്റെ താല്പര്യം ഈ ജയരാജൻ എന്ന വ്യക്തിയോടോ സ്വരാജിനോടോ ഉള്ള വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ടല്ല. കാരണം ഇപ്പോൾ പാർട്ടി കടന്നു പോകുന്നൊരവസ്ഥയിൽ ഇവരെപ്പോലുള്ളവരാണ് പാർട്ടിക്ക് ആവശ്യം. നാടിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ജയരാജൻ എന്ന വ്യക്തി ഒരുപക്ഷെ പിണറായി വിജയനോടൊപ്പം തന്നെയോ അല്ലെങ്കിൽ പിണറായി വിജയനിൽ ഒരു അല്പം അധികമോ കണ്ണൂർ പ്രദേശത്ത് പാർട്ടി അണികളുടെ ഇടയിൽ സ്വാധീന ശക്തിയുള്ളൊരു നേതാവാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ പാർട്ടി അണികളെല്ലാം അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. അത് പാർട്ടി സംബന്ധമായ കാര്യം.
കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച്, കണ്ണൂർ ജില്ലകളിലെ അവരുടെ രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ച് ഏറ്റവും ഭയാനകമായൊരു കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ഭീതിതമായൊരു കാലഘട്ടമായിരുന്നു പി ജയരാജൻ എന്ന വ്യക്തി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കി ഭരിച്ചിരുന്ന കാലം. കാരണം കൊലക്കളമായിരുന്നു കണ്ണൂർ. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട്, നല്ലത് എന്നുള്ള ഡബിൾ കോട്ട്സിലാണ് പറയുന്നത്, ഏറ്റവും രക്തരൂക്ഷിതമായൊരു ഉദാഹരണമായി രാജ്യത്ത് തന്നെ എടുത്തു കാണിക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശമായി കണ്ണൂരിനെ മാറ്റിയതിൽ പ്രധാന പങ്ക്, അല്ലെങ്കിൽ ഏക പങ്കെന്ന് തന്നെ പറയാം, വേണമെങ്കിൽ അതിൻ്റെ ഒരു പ്രാഥമിക പങ്ക് പി ജയരാജനുള്ളതായിരുന്നു. അത്തരത്തിൽ അക്രമരാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത്. എന്തിന്, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് പോലും തുടക്കത്തിൽ കണ്ണൂരിൽ RSSുമായിട്ടുള്ള സംഘർഷങ്ങൾ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പി ജയരാജനെ ഒടുവിൽ പിണറായിക്ക് ശാസിച്ചൊതുക്കേണ്ടി വന്നു. പിണറായി അത് നല്ലവനായതുകൊണ്ടോ സമാധാനപ്രേമി ആയതുകൊണ്ടോ അല്ല, അദ്ദേഹത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി പദമായിരുന്നു. ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. അപ്പോൾ തന്നെ സംസ്ഥാനത്തെ ക്രമസമാധാന നില, അത് കണ്ണൂരാണെങ്കിൽ പോലും ക്രമസമാധാന നില തകർന്നു കിടക്കുന്നൊരവസ്ഥ കണ്ണൂരിൽ സ്വാഭാവികമായൊരു പ്രക്രിയ മാത്രമാണെങ്കിൽ പോലും രാജ്യാന്തര തലങ്ങളിൽ ശ്രദ്ധ നേടിയാണ് പിണറായി വിജയൻ അധികാരത്തിലെത്തിയത് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. രാജ്യാന്തര തലത്തിലില്ലെങ്കിൽ പോലും രാജ്യമൊട്ടാകെ ഒരു നകാരാത്മകമായിട്ടുള്ളൊരു പ്രതിച്ഛായ തൻ്റെ ആദ്യ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഭരണശ്രമത്തിനോ ഉണ്ടാകുമെന്നുള്ളൊരു ഭീതിയിൽ മാത്രമാണ് പി ജയരാജനെ പിണറായി ശാസിച്ചൊതുക്കിയത്. അതുവരെ അക്രമരാഷ്ട്രീയം കൃത്യമായും കാര്യക്ഷമതയോടുകൂടിയും രക്തരൂക്ഷിതമായും കണ്ണൂരിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു പി ജയരാജൻ. പിന്നീട് അദ്ദേഹം പിണറായിയാൽ ഒതുക്കപ്പെട്ട് സ്ഥാനങ്ങളൊന്നുമില്ലാതെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. അത് കൃത്യമായി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ പാർട്ടി അണികൾ ഇപ്പോൾ സംഘപരിവാറുകാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു സംഭവം പറയാം. വി മുരളീധരൻ മാതൃഭൂമിയുടെ ഓഫീസ് സന്ദർശിച്ചപ്പോൾ അത് സംബന്ധിച്ച് രൂക്ഷമായ വിമർശനം സംഘപരിവാർ അണികളുടെ ഭാഗത്ത് നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉണ്ടായി. ഫ്ലെക്സ് വയ്ക്കുകയല്ലായിരുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉണ്ടായി. അത് സംബന്ധിച്ച് അദ്ദേഹം പരസ്യമായുള്ള ഒരു പ്രസ്താവനയൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ ഒരു തിരുത്തൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ശബരിമല വിഷയത്തിലും BJPയിലെയും സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തലത്തിലെയും നേതാക്കളെ പലരെയും സംഘപരിവാർ അണികൾ വിമർശിച്ചിരുന്നു. അവരവരുടെ നിലപാട് പിന്നീട് തിരുത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള പ്രക്രിയകൾ ഒരു ജനാധിപത്യ പാർട്ടിയിൽ, ഭാരതത്തിൽ ഇപ്പോൾ BJPയിലും RSSലും മാത്രമേ നടക്കാറുള്ളെങ്കിൽ പോലും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഏതൊരു രാഷ്ട്രീയ കക്ഷിയിലും സ്വാഭാവികമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അല്ല എന്ന് മാത്രമല്ല, കേഡർ സംവിധാനം എല്ലാ അർത്ഥത്തിലും പ്രാവർത്തികമാക്കുന്ന ഒരു പാർട്ടിയാണ്. കേഡർ സംവിധാനത്തിനും ഒരു പടി കടന്ന് പാർട്ടി അണികൾ എന്നുള്ളത് നേതാക്കളുടെ അടിമകളാണ്. പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള പ്രദേശങ്ങളിൽ അടിക്കാൻ പറയുമ്പോൾ അടിക്കാനും അടിക്കണ്ട എന്ന് പറയുമ്പോൾ അതിരിക്കുവാനും മാത്രമുള്ള അടിമകൾ മാത്രമാണ് പി ജയരാജനെ പോലുള്ളവരുടെ അണികൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പി ജയരാജനെ പോലുള്ള നേതാക്കളുടെ അറിവോ സമ്മതമോ കൂടാതെ ഒരു ഫ്ലെക്സ് പോലും, ആ ഫ്ലെക്സ് അടിക്കുന്നതിനുള്ള തടി പോലും കൃത്യമായ അളവിനനുസരിച്ച് മുറിച്ചെടുക്കപ്പെടില്ല കണ്ണൂരിൽ. അത് മനസ്സിലാക്കിക്കൊള്ളുക. അത് പി ജയരാജൻ്റെ കാര്യം. ഇനി സ്വരാജിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്വരാജിന് അടിസ്ഥാനപരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും ചേർന്നുണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു PR ക്യാമ്പയിൻ പോലെ തന്നെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രതിച്ഛായയുണ്ട്. പരന്ന വായനയുള്ള ബുദ്ധിജീവിയായ ഒരു യുവാവാണ്, ഒരു യുവ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹം നയിക്കട്ടെ പാർട്ടിയെ എന്നുള്ള തലത്തിലേക്ക് ഉള്ളൊരാവശ്യം ഉയർന്നു വരുന്നുണ്ട്. പി ജയരാജൻ സ്വരാജ് ഈ ഒരു സംഗമം ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഒട്ടും ആശാസ്യകരമായിട്ടുള്ള ഒരു കാര്യമല്ലത്. കാരണം കണ്ണൂരെ സംബന്ധിച്ച് പറഞ്ഞു, അക്രമരാഷ്ട്രീയം പൂർണ്ണമായും തിരികെ വരും. RSSന് വീണ്ടും ഒരു യുദ്ധഭൂമി നേരിടുവാൻ സജ്ജമാകേണ്ടി വരും, ഒരു യുദ്ധം തന്നെ നേരിടുവാൻ സജ്ജരാകേണ്ടി വരും. കണ്ണൂർ വീണ്ടും രക്തരൂക്ഷിതമായൊരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകും. ഒരു ഇരുണ്ട കാലഘട്ടമുണ്ട് കണ്ണൂരിന്. ഇനി തടയുവാൻ പിണറായിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. കാരണം അക്കാലത്ത് ഭരണത്തിലുണ്ടാകുന്ന ഒരു പ്രതിച്ഛായാമങ്ങൽ മാത്രമല്ല, ഡൽഹിയിലേക്ക് പോകുമ്പോൾ പി ജയരാജന് ഡൽഹിയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഡൽഹിയിൽ ചെന്നിറങ്ങേണ്ട ആവശ്യം പിണറായിക്കും മറ്റുള്ളവർക്കുമാണ്. അവിടെ ഓടിച്ചിട്ട് അടി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കൽ നയനാറിന് കിട്ടുവാൻ പോയതുപോലെ അവസാനം മുറിയിലിട്ട് പൂട്ടുകയായിരുന്നു UPയുടെ അവിടുത്തെ വിദ്യാർത്ഥികൾ. നയനാറിൻ്റെ കണ്ണൂർ നടക്കുന്ന അക്രമ സംഭവങ്ങളുടെ
ഒരു പ്രതികരണം എന്ന വണ്ണം അത്തരത്തിലുള്ള അടി ലഭിക്കുവാനുള്ള സാധ്യതയും കൂടി പരിഗണിച്ചാണ് അന്ന് പിണറായി പി ജയരാജനെ ശാസിച്ചൊതുക്കിയത്. ഇന്ന് അതിനുള്ള ഒരു താല്പര്യവും പിണറായിക്ക് ഉണ്ടാവില്ല. തന്നെയുമല്ല, അങ്ങനെ എന്തെങ്കിലും താല്പര്യം അബദ്ധവശാൽ അദ്ദേഹത്തിലുണ്ടെങ്കിൽ പോലും അതിനുള്ള അധികാരവും അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല. അത് പി ജയരാജൻ്റെ കാര്യം. സ്വരാജിനെ സംബന്ധിച്ച് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാന പ്രശ്നം എം വി ഗോവിന്ദൻ എന്ന ഒരു കുടുംബസ്നേഹിയെ, അദ്ദേഹത്തിൻ്റെ പത്നി പി കെ ശ്യാമളയെ തളിപ്പറമ്പിൽ നിർത്തിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ പി കെ ശ്യാമള ഏതെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ അല്ലെങ്കിൽ പൊതുസമൂഹ മധ്യത്തിൽ സ്വന്തം പ്രവർത്തന മികവ് തെളിയിച്ചത് കൊണ്ടല്ല. അത്തരത്തിലൊരു കുടുംബസ്നേഹിയെ മാറ്റി എം സ്വരാജിനെ പോലുള്ളൊരു കപട ബുദ്ധിജീവിയെ കൊണ്ട് ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാൽ പിന്നെ കേരളം കാണാൻ പോകുന്നത് സമരങ്ങളുടെ ഒരു നീണ്ട പരമ്പരയായിരിക്കും. ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് ഒരു വഴിക്കാക്കുവാൻ വേണ്ടി മാത്രമായിരിക്കും എം സ്വരാജിൻ്റെ കീഴിൽ പാർട്ടി പ്രവർത്തിക്കുക. കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയം, ഹർത്താൽ, ബന്ദ്, കല്ലെറിയൽ, ബഹളം, തെരുവിൽ ബഹളം, കാരണം നിയമസഭയ്ക്കുള്ളിൽ ബഹളമുണ്ടാക്കുവാനുള്ള ഒരു അംഗബലം ഇപ്പോൾ അവർക്കില്ല. ഇതെല്ലാം നടക്കണമെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്, പിണറായി ഇപ്പോഴും അപ്രസക്തനായിട്ടില്ല പാർട്ടിക്കുള്ളിൽ. തീർത്തും ഒരു ഏതാണ്ട് ഒരു 90% അപ്രസക്തനായി കഴിഞ്ഞു. പക്ഷേ ഒരു 10% സ്വാധീനം അദ്ദേഹത്തിനുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ പിണറായിയുമായിട്ടൊരു സമവായത്തിന് പാർട്ടി ഒരുപക്ഷെ ശ്രമിച്ചേക്കും. പിണറായിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കൊടുക്കുകയോ അല്ലെങ്കിൽ മരുമകനെ സംരക്ഷിച്ചോളാം എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുക. ആ ഉറപ്പിൽ അദ്ദേഹം തൃപ്തനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിണറായിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം നൽകാതെ മരുമക സംരക്ഷണം എന്നുള്ള ഉറപ്പ് മാത്രം നൽകിയാൽ അത് അദ്ദേഹം വിശ്വസിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ മരുമോൻ്റെ കാര്യം തീരുമാനമാക്കും ഇവരെല്ലാം കൂടി, പ്രത്യേകിച്ച് എം സ്വരാജിനെ പോലുള്ള സോ കോൾഡ് യുവരക്തങ്ങൾ. കാരണം കോമ്പറ്റീഷനാണല്ലോ മുഹമ്മദ് റിയാസ്. പക്ഷേ ഇത് എങ്ങനെ, ഈ ഒരു സമവാക്യം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നാലും പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും എം സ്വരാജിനെ പോലുള്ള ഒരാൾ സംസ്ഥാന സെക്രട്ടറിയുമായി CPIM-ൽ വരികയാണെങ്കിൽ പി ജയരാജന് പകരം വയ്ക്കാൻ അത്രയും ഒരു അക്രമാസക്തനായിട്ടുള്ള, കാരണം എതിരാളികൾ നരഭോജി, രക്തദാഹി, പിശാജ് തുടങ്ങിയ പേരുകളിലാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തലത്തിൽ അദ്ദേഹത്തോട് കിടപിടിക്കുന്ന ഒരു നേതാവ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. പിണറായി വിജയൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത്. കാരണം വാടിക്കൽ രാമകൃഷ്ണൻ വധത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിന് കണ്ണൂരിൽ തുടക്കം കുറിക്കുന്നത് പിണറായി വിജയനെ പോലുള്ള നേതാക്കളാണ്. അതിനു മുമ്പ് കുഞ്ഞമ്പൂവിനെ പോലുള്ളവരുണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയനാണ് ഇത്തരത്തിൽ വിവാദമായൊരു കൊലപാതകത്തിലൂടെ, രാഷ്ട്രീയ കൊലപാതകത്തിലൂടെ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന് തിരികൊളുത്തുന്നത്. പക്ഷേ അതിനുശേഷം പി ജയരാജനെ പോലെ ഇത്രയും രക്തരൂക്ഷിതമായിട്ടുള്ള നിലയിൽ കണ്ണൂരിനെ കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇല്ല. എം സ്വരാജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എം സ്വരാജ് ഒരു പ്രതിനിധി മാത്രമാണ്. എം സ്വരാജിനെ പോലെ ഇനിയിപ്പോൾ രാജീവാകാം, മുൻ വ്യവസായ മന്ത്രി, അതുപോലുള്ള ബുദ്ധിജീവികൾ ആരവിടെ വന്നാലും അവർ കേരളത്തെ കൊണ്ടുപോകാൻ പോകുന്നത് ഹർത്താലും സമരങ്ങളും ബന്ദ് ഇപ്പോൾ പാടില്ല, പക്ഷേ ബന്ദിന് സമാനമായ ഹർത്താലും വഴിതടയലുകളും ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് കല്ലെറിയലും ഒക്കെ ആയിട്ടുള്ള വളരെ സുന്ദര സുരഭിലമായൊരു കാലത്തേക്കായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇനിയുള്ള പരിണാമം കേരളത്തെ സംബന്ധിച്ച് ഒട്ടും ആശാസ്യകരമല്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ ഏതൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നു ആ അവസരങ്ങളിലെല്ലാം അധികാരത്തിൽ നിന്ന് നീക്കി നിർത്തി ക്രമേണ ഇല്ലാതാക്കി കത്തിച്ച് ചാരമാക്കി അറബിക്കടലിൽ നിമജ്ജനം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേരളീയരുടെ മുൻപിലുള്ള ഏക വഴി. അതാണ് എൻ്റെ അഭിപ്രായം ഈ വിഷയത്തെ സംബന്ധിച്ച്. പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും എം സ്വരാജ് പൂമരൻ എന്ന എതിരാളികൾ പരിഹസിക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് നേടിയ കീർത്തിപത്രമായ ആ പരിഹാസം ഏറ്റുവാങ്ങി നടക്കുന്ന എം സ്വരാജ് സംസ്ഥാന സെക്രട്ടറി ആയാലും CPIM-ൻ്റെ ആയാലും എങ്ങനെയായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.